പഠന കേന്ദ്രത്തിന്റെ വിദൂര ദർശന പഠന വിഭാഗമായ ജഗത്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് മഞ്ജു ഷാജി കാനം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബഹുമാന്യരെ, ശ്രീനാരായണ ഗുരുസ്വാമികൾ രചിച്ച വിനായകാഷ്ടകം എന്ന കൃതിയാണ് അധ്യാപികയായിട്ടുള്ള ശ്രീമതി സുധാ ഷിബു നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചു തന്നത്. ഈ കൃതിയെ സംബന്ധിച്ച് വളരെ വിശദമായി ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം 2 ശ്ലോകങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ വിനായകനെ പരബ്രഹ്മ സ്വരൂപമായി ഭഗവാൻ ദർശിക്കുകയാണ്. വിനായകനെയും പരമശിവനെയും സുബ്രഹ്മണ്യനെയും ഒക്കെ പരബ്രഹ്മ സ്വരൂപമായി കണ്ടുകൊണ്ടാണ് ഈ സ്തോത്രകൃതികളൊക്കെ രചിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്തെങ്കിലും അഭീഷ്ടങ്ങൾ യാചിക്കുകയല്ല, അതിനു പകരം ദേവനെ സ്തുതിക്കുന്ന ഒരു രീതിയാണ് ഗുരുദേവൻ അവലംബിച്ചിട്ടുള്ളത്. അംഗപ്രത്യംഗ വർണ്ണന നടത്തുന്നുണ്ട്. അതുകൂടാതെ ദേവന്റെ മഹത്വങ്ങളും വർണ്ണിക്കുന്നുണ്ട്. തുടർന്നുള്ള പാഠഭാഗങ്ങൾ ശ്രവിക്കുന്നതിന് വേണ്ടി നമുക്ക് ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കാം. നമസ്തേ ടീച്ചർ, ക്ലാസ്സിലേക്ക് സ്വാഗതം. നമസ്തേ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമഃ. കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഏറെ ബഹുമാന്യനായ ഡയറക്ടർ ശ്രീ AB പ്രസാദ് കുമാർ സാർ, അഡ്മിൻമാർ, ഗുരുവാര പാഠശാലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുധീഷ് സാർ, പ്രദീപ് ലാൽ സാർ, സ്മിത പ്രശാന്ത്, എന്നെ ഇവിടെ കേൾക്കുന്ന ഏറെ പ്രിയപ്പെട്ട സുഹൃതികളെ, ഗുരുദേവ ഭക്തരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. നമ്മള് ഗുരുദേവന്റെ സ്തോത്രകൃതിയായ വിനായകാഷ്ടകം, വിനായകനെ 8 ശ്ലോകങ്ങളിൽ സ്തുതിച്ചിരിക്കുന്ന സ്തോത്രകൃതിയായ വിനായകാഷ്ടകമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 2 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. അതിലെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥവുമാണ് നമ്മൾ എഴുതിയത്. ഇന്ന് ബാക്കി ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 8 ശ്ലോകങ്ങളാണ് ആകെ ഉള്ളത്. വിനായകനെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. വിനായകന്റെ ആ ബാഹ്യ രൂപം അങ്ങനെയുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായ രൂപമൊന്നുമല്ല ഗുരുദേവൻ ഇവിടെ വർണ്ണിക്കുന്നത്. പ്രപഞ്ച കാരണമായ സത്യം തന്നെയാണ് വിനായകൻ. അതായത് സാക്ഷാത് പരബ്രഹ്മ രൂപമാണ് എന്നാണ് വിനായകനെ ഗുരുദേവൻ ഇതിനകത്ത് വർണ്ണിക്കുന്നത്. ഗുരുദേവന്റെ ഏതൊരു ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം 2ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എഴുതിയിട്ട് നമുക്ക് അടുത്ത 3ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 2ാമത്തെ ശ്ലോകം എഴുതരുതോ? ആരെങ്കിലും ഒന്ന് പറയാം? അതോ 2ഉം 3ഉം കൂടെ ഒരുമിച്ച് തന്നാ മതിയോ? ഒരുമിച്ച് മതി ടീച്ചറെ. ഒരുമിച്ച് മതി. എങ്കില് 3ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. എന്നിട്ട് നമുക്ക് 2, 3 ശ്ലോകങ്ങളുടെ ഒരുമിച്ച് എഴുതാം. പിന്നെ അടുത്ത 4, 5 അങ്ങനെ ഒരുമിച്ച് നമുക്ക് എഴുതാം. അപ്പൊ 3ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും ഇത് ചൊല്ലാൻ അറിയാം. ഈണത്തിലൊക്കെ നന്നായിട്ട് ചൊല്ലാൻ അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിന്റെ താളം, അതിന്റെ വൃത്തം ഞാൻ പറഞ്ഞു. ഭുജംഗപ്രയാതം. അതുപോലെ തന്നെ ഭുജംഗപ്രയാതം എന്ന വാക്കിന്റെ അർത്ഥം പാമ്പിന്റെ സഞ്ചാരം എന്നാണ്.
അതുപോലെയാണ് ഇതിന്റെ താളം എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ നമ്മൾ ഓരോ ശ്ലോകങ്ങളിലും ചില പ്രത്യേക അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന പ്രാസം, അന്ത്യപ്രാസം ഒക്കെ ഇവിടെ ശബ്ദാലങ്കാരമാണ് അന്ത്യപ്രാസം എന്ന് പറയുന്നത്. ശബ്ദാലങ്കാരങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഗളദാനമാലം ചലദ്ഭോഗിമാലം ഗളാംഭോദകാലം സദാദാനശീലം സുരാരാദികാലം മഹേശാത്മബാലം ലസത്പുണ്ഡ്രപാലം ഭജേ ലോകമൂലം. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. അവിടെയും നമുക്കറിയാം ല എന്ന് പറയുന്ന അക്ഷരമാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഓരോ വാക്കിന്റെ അവസാനവും ഓരോ വിശേഷണങ്ങളാണ് ഗുരുദേവൻ ഓരോ ഇതിലൂടെയും കൊടുത്തിരിക്കുന്നത്. ഓരോ വരിയിലും ഓരോ വിശേഷണങ്ങളിലൂടെയാണ് ഓരോ ശ്ലോകങ്ങളിലും ഗുരുദേവൻ വിനായകനെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ലായുടെ ഒരു ആവർത്തനമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലം ലം എന്നാണ് ഓരോ വാക്കും ഇവിടെ അവസാനിക്കുന്നത്. അതാണ് അവിടെ അന്ത്യപ്രാസമായിട്ടുള്ളത്. അപ്പം ഭജേ എന്നാണ് ക്രിയാപദം. എല്ലാ ശ്ലോകങ്ങളിലും ഭജേ എന്നാണ്. ഭജേ എന്ന് പറഞ്ഞാൽ ഭജിക്കുന്നു, നമിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. ആര് ഭജിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അവിടെ ഞാൻ ഭജിക്കുന്നു, ഭക്തൻ ഭജിക്കുന്നു തന്നെയാണ് അവിടെ. അപ്പോൾ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആരെ ഭജിക്കുന്നു എന്നുള്ളതാണ് ഓരോ വിശേഷണങ്ങളിൽ കൂടി പറയുന്നത്. ആദ്യത്തത് ഗളദാനമാലം. ഗളദാനമാലം എന്ന് പറഞ്ഞാൽ ഗളിക്കുന്ന ദാനമാലത്തോട് കൂടിയവനെ. ഗളിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് നിർഗളിക്കുക എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിർഗളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് ഇങ്ങനെ അനുസ്യൂതം പ്രവഹിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത്. വാക്കുകളൊക്കെ ഇങ്ങനെ അനർഗളമായി നിർഗളിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒട്ടും തന്നെ എന്താണ് തടവൊന്നുമില്ലാതെ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ സ്പോണ്ടേനിയസ് ഫ്ലോ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഒഴുകി വരുന്നതിന് അല്ലെ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് നിർഗളിക്കുക. ഗളിക്കുക എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാനമാലത്തോട് കൂടിയവനെ, ദാനമാലയോട് കൂടിയവനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ദാനമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദജലമാണ്. മദജലത്തോട് കൂടിയവനെ, വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മദജലത്തോട് കൂടിയവനെ. നമുക്കറിയാം ഗണപതിയുടെ അല്ലെങ്കിൽ വിനായകന്റെ രൂപം നമുക്കറിയാം. തല ആനയുടെ രൂപമാണ്, മുഖം ആനയുടെയാണ്. ഗജാസ്യൻ, ഗജാനനൻ, ഗജമുഖൻ എന്നൊക്കെയുള്ള പര്യായം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അപ്പൊ ഗജാനനായിട്ടുള്ള ആ രൂപത്തെയാണ് ഇവിടെ ഗുരുദേവൻ വർണ്ണിക്കുന്നത്. ആനയുടെ മുഖമാണ് ഇവിടെ. ആനയുടെ നമുക്കറിയാം ആനയ്ക്ക് മദജലം ഒഴുകാറുണ്ട്. മദപ്പാടൊക്കെ ഉള്ള സമയത്ത് മദജലം ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ള ആ പ്രവഹിക്കുന്ന, ഒഴുകിയിരിക്കുന്ന, തടസ്സമൊന്നുമില്ലാതെ നിർഗളിക്കുന്ന ഗളിക്കുന്ന ദാനമാലത്തോടു കൂടിയവനെ, മദജലത്തോടു കൂടിയവനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം ആനയ്ക്ക് മദപ്പാടുണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് കരുത്ത് കൂടുതലായിരിക്കും, ശക്തി കൂടുതലായിരിക്കും. അതിനൊരു പ്രത്യേക സവിശേഷമായ ശോഭയും ആ സമയത്തുണ്ട്. ആ സവിശേഷ ശോഭയാണ് ഇവിടെ പറയുന്നത്. വിനായകന്റെ മുഖത്തുള്ള സവിശേഷ ശോഭ, അത് ഭക്തരിലേക്ക് എത്തുന്ന പ്രകാശ ധാരയാണ് ഇവിടെ മദജലം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അറിവാണ് വിനായകൻ നമുക്ക് തരുന്നത് എന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞായിരുന്നു. ലസത് വേദകന്ധം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു വേദത്തിന്റെ, വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം എന്ന് അന്ന് പറഞ്ഞു. വേദത്തിന്റെ കന്ധമായിട്ടുള്ളവനെ, വേദത്തിന്റെ കിഴങ്ങായിട്ടുള്ളവനെ, അറിവിന്റെ ഇരിപ്പിടമായിട്ടുള്ളവനെ, അറിവിന്റെ വേരായിട്ടുള്ളവനെ എന്ന് അവിടെ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ അറിവ് നമുക്ക് പകർന്നു തരുന്ന വിനായകന്റെ ആ സവിശേഷ ശോഭ, നമ്മളിലേക്ക് ഭക്തരിലേക്ക് എത്തുന്ന ആ പ്രകാശധാരയാണ് ഗളദാനമാലം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന, വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മദജലത്തോട് കൂടിയവനെ എന്നാണ് അർത്ഥം. നമുക്ക് അറിയാം ആനയുടെ ഒരു ചെവിയുടെയും കവിളിന്റെയും കണ്ണിന്റെയും ഒക്കെ ഇടയ്ക്കുള്ള ഒരു ഭാഗം, ഒരു പോയിന്റിൽ നിന്നാണ് ഈ മദജലം ഒഴുകാറുള്ളത്. അപ്പം വെളിയിലേക്ക് നിർഗളിക്കുന്ന മദജലത്തോട് കൂടിയവനെ. അടുത്തത് ചലദ്ഭോഗിമാലം. ചലദ്ഭോഗിമാലം എന്നുള്ളത് നേരത്തെ തന്നെ വന്ന ഒരു
ഒരു വിശേഷണത്തോട് സാമ്യമുണ്ട്. നമുക്ക് ഈ സ്തോത്രകൃതി മുഴുവൻ പഠിക്കുമ്പോഴത്തേനറിയാം ഈ വിശേഷണങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അത് സ്തോത്രകൃതികളുടെ ഒരു പ്രത്യേകതയാണ്. വീണ്ടും വീണ്ടും ഒരേ അർത്ഥം വരുന്ന സ്തുതികളാൽ മിക്കവാറും ദേവതകളെ ഇങ്ങനെ സ്തുതിക്കാറുണ്ട്. കവികൾ എല്ലാവരും ചെയ്യാറുണ്ട്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു സവിശേഷതയാണ് വീണ്ടും വീണ്ടും ഒരേ അർത്ഥം വരുന്ന വാക്കുകളാൽ അല്ലെങ്കിൽ പ്രയോഗങ്ങളാൽ സ്തുതിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് ചലത് ഭോഗിമാലം എന്നുള്ളത് ജഡാഹീന്ദ്ര കുന്തം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചതിനോട് സാമ്യമുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ചലത് നമ്മൾ നേരത്തെ പറഞ്ഞു ചലിക്കുന്ന, ഇളകുന്ന എന്നൊക്കെയാണ് അർത്ഥം. ചലിക്കുന്ന ഭോഗി മാലയോട് കൂടിയവനെ. ഭോഗി എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ മാല ഇവിടെ കൂട്ടമാണ്. മുമ്പേ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ജഡാഹീന്ദ്ര കുന്തം എന്ന് പറഞ്ഞാൽ ജഡയില് പാമ്പിനെ കുന്തമായിട്ട് കുരുക്കുത്തി മുല്ലപ്പൂ മാല പോലെ ചുറ്റിയിട്ടുള്ളവനെ എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം, ഒരു കൂട്ടം പാമ്പുകളെ, ചലിക്കുന്ന പാമ്പുകളെ എന്താണ് മാലയായിട്ട് അണിഞ്ഞിട്ടുള്ളവനെ, ഇളകിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളെ, ഇവിടെ ഇളകിക്കൊണ്ടിരിക്കുന്ന പാമ്പുകൾ എന്നാണ് പറഞ്ഞിട്ട്, ഇളകിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളെ മാലയായിട്ട് അണിഞ്ഞിട്ടുള്ളവനെ. അത് നമുക്കറിയാം ശിവഭഗവാന്റെ വിശേഷണമാണ്. ശിവഭഗവാന്റെ ചിത്രം നമ്മൾക്ക് ചിത്രകാരന്മാരൊക്കെ വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ നമുക്കറിയാം കഴുത്തിലും ജടയിലും കൈകളിലും ദേഹത്തെ ശരീരം മുഴുവൻ പാമ്പുകളുണ്ട്. അത് ഇളകിക്കൊണ്ടിരിക്കുന്നതുമാണ്. സീരിയലിലും സിനിമയിലും ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേനും അങ്ങനെയാണ് ഒരു ഭാവന അനുസരിച്ചാണല്ലോ സിനിമയിലൊക്കെ അവര് ഭഗവാനെ സൃഷ്ടിക്കുന്നു. ഭഗവാന്റെ രൂപമുണ്ട്. അപ്പം നമുക്ക് അതിലെല്ലാം അറിയാം ഇളകിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളുടെ കൂട്ടം. ഇവിടെ വിനായകനെ വർണ്ണിച്ചിരിക്കുകയാണ്. ഇളകിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പുകളുടെ കൂട്ടത്തെ അണിഞ്ഞിട്ടുള്ളവനെ. ശ്രീ പരമേശ്വരൻ തന്നെയാണ് വിനായകൻ എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരും ഒരേ സത്യം തന്നെയാണെന്നുള്ള അദ്വൈത രഹസ്യമാണ് ഇവിടെ നമ്മളെ ഗുരുദേവൻ മനസ്സിലാക്കി തരുന്നത്. അപ്പം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരേ സത്യത്തിന്റെ അല്ലെങ്കിൽ ആ പരബ്രഹ്മ സ്വരൂപത്തിന്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് എന്ന് ഗുരുദേവൻ എപ്പോഴും എല്ലാ കൃതികളിലൂടെയും പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ ചരാചരങ്ങൾ നല്ല ചരിക്കുന്നത് ജീവജാലങ്ങളെല്ലാം തന്നെ ഒരേ സത്യത്തിന്റെ വിവിധ ഭാവങ്ങളാണ് എന്ന് പറയാം. ചരിക്കുന്നതല്ല, നിൽക്കുന്ന വൃക്ഷലതാദികളെയൊക്കെ ഗുരുദേവൻ പറയാറുണ്ട്. നാമും ആ മാവും ഒന്നാണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും, സസ്യങ്ങളും ജീവജാലങ്ങളിൽ പെടുമല്ലോ, ഒരേ സത്യത്തിന്റെ തന്നെ അല്ലെങ്കിൽ ആ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപത്തിന്റെ വിവിധ ഭാവങ്ങളാണ്. ഇവിടെ ശിവനും വിനായകനും ആ പരബ്രഹ്മ സ്വരൂപത്തിന്റെ രണ്ട് ഭാവങ്ങൾ മാത്രമാണ്. അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ശിവൻ തന്നെയാണ് വിനായകൻ, വിനായകൻ തന്നെയാണ് ശിവൻ എന്നുള്ള ആ അദ്വൈത രഹസ്യം, അദ്വൈത സത്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അടുത്തത് ഗളാംബോധകാലം. ഗളാംബോധകാലം എന്ന് പറഞ്ഞാൽ ഗളത്തിൽ അംബോധത്തിന്റെ കറുപ്പ് നിറത്തോട് കൂടിയവനെ. ഇവിടെ കാലം എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം എന്നുള്ള അർത്ഥമാണ്. അംബോധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർമേഘമാണ്. മേഘം, കാർമേഘം, കറുത്ത മേഘം, നീലമേഘം. നമുക്കറിയാം കാർമേഘത്തിന്റെ ഒരു നിറം എന്ന് പറഞ്ഞാൽ ഒരു ഇരുണ്ട നീല നിറമാണ് അല്ലെ. അപ്പം അങ്ങനെ കഴുത്തിൽ കാർമേഘത്തിന്റെ ഗളത്തിൽ, ഗളം എന്ന് പറഞ്ഞ കഴുത്താണ്, ഗളത്തിൽ അംബോധത്തിന്റെ കറുപ്പ് നിറത്തോട് കൂടിയവനെ, കഴുത്തിൽ ആ നീല നിറത്തോട് കൂടിയവനെ അല്ലെ കറുപ്പ് നിറത്തോട് കൂടിയവനെ. അവിടെ നമുക്കറിയാം ശിവന്റെ പര്യായമാണ് നീലകണ്ഠൻ എന്ന് നമ്മുടെ ശിവനെ പറയാറുണ്ട് അല്ലെ. ശിവനെ പറയാറല്ല, ശിവന്റെ പര്യായമാണ് നീലകണ്ഠൻ. നീലകണ്ഠൻ എന്നുള്ള പേര് നമുക്ക് അറിയാം എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാം. പാലാഴി മഥന സമയത്ത് നമുക്കറിയാം, പാലാഴി മഥന സമയത്ത് വാസുകിയാണ് മന്ധരപർവ്വതം എന്താണ് കട പോലും അല്ല, വാസുകി കയറായിട്ടുമാണ് സമുദ്ര മഥനം ചെയ്യുന്നത്. ആ സമയത്ത് വാസുകി ഛർദിക്കുന്നതാണ് കാളകൂട വിഷം എന്ന് പറയുന്നത്. ആ കാളകൂട വിഷം പുറത്തേക്ക് വമിച്ചാൽ ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നശിക്കും അല്ലെ. ആ സമയത്ത് ആ കാളകൂട വിഷം ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് ഭഗവാനാണ്, ശിവഭഗവാനാണ്. നമുക്ക് അറിയാം പാലാഴിയിൽ നിന്ന് അനേകം വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതെല്ലാം നല്ല നല്ല വസ്തുക്കളെല്ലാം മറ്റുള്ളവരെല്ലാം കൈവശപ്പെടുത്തുന്ന സമയത്ത്
ഇത് സ്വീകരിക്കാൻ ആരുമില്ല ഈ സമയത്ത് പ്രപഞ്ചത്തിന് നാശമുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഭൂലോകനാഥനായ ഭഗവാനാണത് കൈക്കുമ്പിളിൽ സ്വീകരിച്ചത് പാനം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം സ്വന്തം നാശം മുന്നിൽ കണ്ടുകൊണ്ടാണ്, അത് ഉള്ളിലേക്ക് ചെന്നാൽ സ്വന്തം നാശം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അത് കുടിക്കുന്നത്. ആ സമയത്താണ് ശ്രീപാർവതി ഭഗവാന്റെ വയറ്റിലേക്ക് അത് പോകാതെ എന്ത് ചെയ്യുന്നു, കഴുത്തിൽ അമർത്തി പിടിക്കുന്നുണ്ട്, അല്ലെ, മുറുക്ക പിടിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴുത്തിൽ ഉറച്ച് ആണ് അവിടെ ഒരു നീല നിറം ഉണ്ടായി നീലകണ്ഠൻ എന്ന പേര് ആർക്ക്, ഭഗവാന് ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. അപ്പൊ സ്വന്തം നാശം മുന്നിൽ കണ്ടിട്ടും സ്വയം ഇല്ലാതാകുമെങ്കിൽ പോലും എന്താണ്, മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ട്, ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ ചെയ്തത് കരുണ, അല്ലെങ്കിൽ ഭഗവാന്റെ കരുണ, അല്ലെങ്കിൽ കൃപ, അല്ലെങ്കിൽ അനുകമ്പ, എന്താ പറയുന്നത്, കൃപ എന്നൊക്കെയാണ്, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെ. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള മഹാന്മാര്, മഹാരഥന്മാർ ഒത്തിരി പേരുണ്ട് ഈ ലോകത്തിൽ. ക്രിസ്തു, ബുദ്ധൻ, മുഹമ്മദ് നബി, ഇവരൊക്കെ എന്താണ് ഇതുപോലെയുള്ള പ്രവാചകന്മാര്, ശ്രീനാരായണ ഗുരുദേവനൊക്കെ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇതുപോലെ ത്യാഗം അനുഷ്ഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ശിവഭഗവാൻ അത് കഴിച്ചില്ലെങ്കിൽ നമുക്കറിയാം ലോകത്തിന്റെ നാശം ഉണ്ടാകും എന്നറിയാം. അതുകൊണ്ടാണ് ഇവിടെ വിനായകന്റെ പര്യായമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കഴുത്തിന് കാർമേഘത്തിന്റെ കറുപ്പ് നിറത്തോട് കൂടിയവനെ. അത് തന്നെ ശിവപ്രസാദ പഞ്ചകത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട്. ശിവപ്രസാദ പഞ്ചകത്തിൽ എന്താണ് പറയുന്നത്, ഗളമുണ്ട് കറുത്തത് നീ ഗരളം, അല്ലെ, നീ ഗരളമുണ്ട് നിന്റെ ഗളം കറുത്തു, വിഷമുണ്ട് നിന്റെ കഴുത്ത് കറുത്തുണ്ട്, ഗളമുണ്ട് കറുത്തത് നീ ഗരളം, കളമുണ്ടത് കൊണ്ട് കൃപാനിധിയെ. പിന്നെ എന്താണ് പറയുന്നത്, അടുത്ത പറയുന്നുണ്ടല്ലോ, കടൽ കളമുണ്ടൊരു സീമ നിനക്കിനഹി. അവിടെ ശിവഭഗവാനെ വിളിച്ചിരിക്കുന്നത് എന്താണ്, ശിവഭഗവാനെ വിളിച്ചിരിക്കുന്നത് കൃപാനിധി എന്നാണ്. കൃപയുടെ സാഗരമായിട്ടുള്ളവനെ, അനുകമ്പയുടെ കടലായിട്ടുള്ളവനെ എന്നാണ് ഭഗവാനെ വിളിച്ചിരിക്കുന്നത്. കൃപാനിധി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ പറയുന്നുണ്ട്, കടൽ കളവുണ്ടൊരു സീമ നിനക്ക് നഹി. ഏതൊരു സാഗരത്തിനും ഏതൊരു കടലിനും ഒരളവുണ്ട്, ഒരു അതിരുണ്ട്, അപ്പുറത്തൊരു തീരമുണ്ട്. നമ്മളൊരു കപ്പലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിന്റെ അപ്പുറത്തെ തീരത്ത് നമുക്ക് എത്താനായിട്ട് പറ്റും, കുറെ ദിവസങ്ങൾ കൊണ്ട് യാത്ര ചെയ്ത്. പക്ഷേ നിന്റെ കാരുണ്യത്തിന് സീമയില്ല, നിന്റെ കൃപയ്ക്ക് അതിരില്ല എന്നാണ് അവിടെ പറഞ്ഞില്ലേ. കടൽ കളവുണ്ട്, പക്ഷെ ഒരു സീമ നിനക്ക് നഹി. അതാണ് ഇങ്ങനെ കാരുണ്യവാന്മാരായ പ്രവാചകര് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മഹാന്മാരുടെയൊക്കെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെയാണ്. ഇവിടെയൊക്കെ ഗുരുദേവന്റെ ഒരു ആത്മാംശമൊക്കെ ഈ വരികളിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആശാൻ പറഞ്ഞത്, അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലി ചെയ്ത ആളാണ് ഗുരുദേവൻ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നില്ലേ, തട്ടിത്തട്ടി പെരുക്കി പെരുവളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ, അല്ലെ, പിന്നെയും ആ തപശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഇനിയും അവസരമുണ്ട്, അതൊക്കെ പിന്നെ ആകട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മധുരി അത് കുടിച്ചോ കിടക്കുന്ന ലോകരെ ഉത്തിഷ്ഠ. അതാണ് സ്വന്തം ധർമ്മമെന്ന് തൃപ്പാദങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വന്തം ഇതുപോലെ ത്യാഗം അനുഭവിച്ചിട്ടുള്ള, അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിനായകനും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ്, സ്വന്തം നിലനിൽപ്പ് പോലും ഇല്ലാതാക്കി, സ്വന്തം ക്ഷേമം അല്ലെങ്കിൽ ഉന്നതി പോലും അഭിവൃദ്ധി പോലും മറന്ന് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി, ഭക്തർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കാൻ സന്നദ്ധനാണ്. അതാണ് ഇവിടെ വിനായകന്റെ കഴുത്തിലെ കറുപ്പ് നിറം സൂചിപ്പിക്കുന്നത്. ഗളാംബോധകാലം, സദാ ദാനശീലം. അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, കാരുണ്യം, എപ്പോഴും കാരുണ്യത്തോടു കൂടിയവനെ, സദാ എല്ലായ്പ്പോഴും ദാനശീലത്തോടുകൂടി വർത്തിക്കുന്നവനെ, ഏതഭീഷ്ടവും ഭക്തന്റെ ഏത് അഭീഷ്ടവും സാധിച്ചു തരുന്നവനെ. നേരത്തെ പറഞ്ഞായിരുന്നു വിശേഷണം അഭീഷ്ട സന്തം. അവിടെ ഇത് തന്നെയാണ്, ഭക്തന്റെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിച്ച് തരുന്നവനെ. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ഇല്ലാത്തതിന് വേണ്ടിയുള്ള അർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലെ. അപ്പം അങ്ങനെ ഉള്ള പ്രാർത്ഥന ഏതൊരാളും പ്രാർത്ഥിക്കുന്നതൊക്കെ സാധിച്ചു കൊടുക്കുന്നവനെ. എല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പ്രകൃതിക്ക് നിരക്കുന്നത്,
പ്രകൃതിക്ക് നിരക്കുന്നത്, അല്ലാതെ എല്ലാം എനിക്ക് മാത്രം വേണം അങ്ങനെയുള്ളതല്ല. ഒരുവന് നല്ലതും അന്യൻ അല്ലലും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു എന്താണ് അർത്ഥനകള് സാധിച്ചു തരും. അല്ലാതെ പരന് പരം പരിതാപമേകിടുന്ന അർത്ഥനകള് സാധിച്ചു തരത്തില്ല. അങ്ങനെയുള്ള ആളാണ് ആര്? വിനായകൻ. സദാ ദാനശീലനാണ്, എപ്പോഴും ദാനം ചെയ്യുന്നവനാണ്. ഗുരുദേവന്റെ പുഷ്പാഞ്ജലി മന്ത്രങ്ങളിൽ ഒരെണ്ണമാണ് എന്താണ്? നമ്മള് ഓം സത്കൃത്യ ജ്ഞാനദാനോത്കർഷായ നമഃ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? സത്കൃത്യമാകുന്ന ജ്ഞാനദാനത്തില് ഉത്കർഷനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്, അല്ലെ? ഭഗവാനും ഇതുപോലെ എന്തായിരുന്നു? ദാനശീലനായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും ദാനം സ്വീകരിക്കും. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് നമ്മൾ ദാനം ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ആരും ദാനം തരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. നമ്മളെപ്പോഴും നമ്മളും ദാനം സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഈ പ്രകൃതിയിൽ നിന്ന് നമ്മളെപ്പോഴും ദാനം സ്വീകരിക്കുന്നുണ്ട്. കിണറ്റിൽ നിന്ന് വെള്ളം, അല്ലെങ്കിൽ മഴ, അങ്ങനെയുള്ള പൂക്കള്, കിളികൾ, ഇതൊക്കെ നമുക്ക് ഈ പ്രപഞ്ചം എപ്പോഴും നമുക്ക് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിനായകനെയും ഒരു പ്രപഞ്ചമായിട്ട് തന്നെ കണ്ടാല് എപ്പോഴും ദാനശീലമാക്കിയിട്ടുള്ളവനാണ് വിനായകൻ. സദാ ദാനശീലം. സുരാരാധികാലം. അടുത്തത് സുരാരാധികാലം. സുരന്മാരുടെ അരാധികൾക്ക് കാലനായിട്ടുള്ളവനെ എന്നാണ് അവിടെ അർത്ഥം. സുരന്മാരുടെ അരാധികൾക്ക്, അരാധി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം. സുരന്മാരുടെ അരാധികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? സുരൻ എന്ന് പറഞ്ഞാൽ ദേവനാണ് കേട്ടോ. ദേവന്റെ അരാധി എന്ന് പറഞ്ഞാൽ അസുരന്മാര്, രാക്ഷസന്മാരൊക്കെയാണ്. അവർക്ക് ശത്രുവായിട്ടുള്ളവനെ, ശത്രു എന്നല്ല, കാലനായിട്ടുള്ളവനെ, സുരന്മാരുടെ അരാധികൾക്ക് കാലനായിട്ടുള്ളവനെ. അപ്പൊ ദേവന്മാര് നമുക്കറിയാം സാത്വിക ഗുണമുള്ളവരാണ്, ധർമ്മചാരികളാണ്, ഈശ്വരനോട് എപ്പോഴും കൂടെ നിൽക്കുന്നവരാണ്. ദേവന്മാരാണ്. അവരുടെ നേരെ വിപരീതമാണ് അസുരന്മാരെന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളവർക്ക് കാലനായിട്ടുള്ളവനെ നമ്മൾ കോലധീരശ സ്തവത്തിൽ പറഞ്ഞു. കാലാശ്രയം എന്നായി അണയുന്നോർക്ക് അനുകൂലൻ ഫാലാക്ഷൻ, അധർമ്മഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ എന്ന് പറഞ്ഞു. അതായത് ഇതുപോലെയുള്ള അധർമ്മചാരികൾക്ക് പ്രതികൂലനായിട്ട്, അവരുടെ കാലനായിട്ടുള്ളവനെ എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണുവിന്റെ അവതാരങ്ങളൊക്കെ ഈ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ളതായിരുന്നു, അല്ലെ? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് നമ്മൾ ഗീതയിൽ പഠിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അധർമ്മം എവിടെയാണ് കൊടികുത്തി വാഴുന്ന അവിടെ ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞ ആ അവതാരങ്ങളെല്ലാം നമുക്കറിയാം ഇതുപോലെയുള്ള എന്തായിരുന്നു? ഈ അധർമ്മചാരികളെ ഇല്ലാതാക്കാനുള്ള ഇതായിരുന്നു അവതാരങ്ങൾ എന്ന് പറഞ്ഞ താരകാസുരന്റെയും ഭസ്മാസുരന്റെയും ഒക്കെ നമുക്കറിയാം. ഇവര് തന്നെയാണ് ഇവർക്ക് ഈ അധർമ്മ ഒക്കെ, അല്ലെങ്കിൽ എന്താ, അവരെ അധർമ്മചാരികളാക്കുന്ന, അല്ലെ വരം കൊടുത്ത്, തപസ്സൊക്കെ ചെയ്ത് വേണ്ടാത്ത വരമൊക്കെ കൊടുത്ത് അവരെ എല്ലാം ശക്തിമത്താക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ കരുത്തുറ്റവരാക്കി പിന്നീടാണ് ഇവര് അധർമ്മത്തിലേക്കൊക്കെ കൂടുതലും തിരിയുന്നത്. അങ്ങനെ ആക്കുന്നതും ആര് തന്നെയാണ്? ഈ ബ്രഹ്മാവും മഹേശ്വരനും ഒക്കെ തന്നെയാണ് കൂടുതൽ വരം കൊടുക്കുന്നത്. വിഷ്ണുവിനാണ് കുറച്ച് വരം കൊടുക്കല് കുറവുള്ളത്, അല്ലെ? അപ്പൊ പിന്നീട് വീണ്ടും ആ ഭഗവാൻ അവതരിക്കേണ്ടി വരുന്നു. ഭസ്മാസുരന് ശിവൻ വരം കൊടുത്തിട്ട് നമുക്കറിയാം വരം കൊടുത്ത ആളെ തന്നെ ഭസ്മമാക്കാനായിട്ട് ഒരുങ്ങിയ ആളാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ അധർമ്മചാരികൾക്കൊക്കെ, അല്ലെങ്കിൽ സുരന്മാരുടെ അരാധികൾക്ക് കാലനായിട്ടുള്ളവനെ. അടുത്തത് മഹേശാത്മബാലം. മഹേശാത്മബാലം എന്ന് പറഞ്ഞാൽ മഹേശന്റെ, അതായത് ശിവന്റെ ആത്മബാലനായിട്ടുള്ളവനെ, മഹേശൻ തന്നെ ബാലരൂപം പ്രാപിച്ചു നിൽക്കുന്നവനെ. ആത്മ എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ എന്നാണ്. അപ്പൊ ശിവൻ തൻ്റെ തന്നെ ബാല്യം പ്രാപിച്ചു നിൽക്കുന്നവനെ, ബാലഗണപതി എന്നൊക്കെ നമ്മൾ തന്നെ പറയും. അപ്പൊ ശിവന്റെ പുത്രൻ, ശിവന്റെ പൊന്നോമന പുത്രനെ എന്നുള്ള അർത്ഥമാണ്. അടുത്തത് ലസത് പുണ്ട്രഫാലം. ലസത് പുണ്ട്രഫാലം. ലസത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചാണ്. ലസത്ത് എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശിക്കുക, പ്രകാശിക്കുന്ന. ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം, പുണ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മക്കുറി. അപ്പം നെറ്റിത്തടത്തിൽ പ്രകാശിക്കുന്ന ഭസ്മക്കുറിയോട് കൂടിയവനെ,
നമുക്ക് എല്ലാവർക്കും അറിയാം വിനായകന്റെയും ദേവതമാരുടെയും ഒക്കെ നെറ്റിത്തടത്തില് 3 വരകളോട് കൂടിയ ത്രിപുണ്ട്രക്കുറിയുണ്ട്. നമ്മളെല്ലാം കാണാറുണ്ട് പടത്തിലും ഒക്കെ അല്ലെ, ത്രിപുണ്ട്രക്കുറി എന്ന് പറയും. ഈ ത്രിപുണ്ട്രക്കുറി സൂചിപ്പിക്കുന്നത് 3 ഗുണങ്ങള്, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളെയും എരിച്ചു കളയുന്ന, അല്ലെ 3 ഗുണങ്ങളാണ് പ്രകൃതിയിലുള്ളതെന്ന് പറയുന്നത്. ഈ ആത്മബോധത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ 3 ഗുണങ്ങളെയും എരിച്ചു കളയണം. അപ്പൊ നമുക്കറിയാം ശിവഭഗവാനാണെങ്കിലും ഭസ്മം ദേഹം മുഴുവൻ പൂശിയിട്ടുള്ള ആളാണ്. ലൗകിക തൃഷ്ണകളെല്ലാം അല്ലെങ്കിൽ ലൗകിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എരിച്ച് കളഞ്ഞിരിക്കുന്നു എന്നുള്ള അതിന്റെ സൂചനയാണ് ഈ ഭസ്മം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഭസ്മക്കുറികൾ ഈ 3 ഗുണങ്ങളെയും എരിച്ചു കളഞ്ഞ അല്ലെ ആത്മബോധത്തിലേക്ക് എത്തുന്ന ആ 3 എന്താണ് ആ ഭസ്മ കുറിയായിട്ട് കാലത്തിൽ അണിഞ്ഞിരിക്കുന്നവനെ എന്നാണ് അവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അവിടെയും ശിവന്റെ പര്യായം ശിവനായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അവിടെയും എന്താണ് ഉപനിഷത്ത് വേദ്യമായ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് വിനായകൻ എന്ന് പറയുന്നു. അടുത്ത് ലോകമൂലം നമുക്ക് കേൾക്കുമ്പോഴറിയാം ലോകത്തിന്റെ കാരണമായിട്ടുള്ളവനെ, ലോകത്തിന്റെ മൂല കാരണമായിട്ടുള്ളവനെ. മൂലം എന്ന് പറയുമ്പോൾ വേര്, കാരണം എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു മരത്തിന്റെ വേര് ഒരു മരമായിട്ട് സങ്കല്പിച്ചാൽ എന്താണ്, വിനായകനെ ഒരു മരമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ മരത്തിന് ആധാരമായിട്ട് ആ മരത്തിന്റെ നിലനിൽപ്പ് തന്നെ വേരാണ്. അപ്പൊ വിനായകൻ ഈ പ്രപഞ്ചമാണെങ്കിൽ അല്ലെങ്കിൽ ഈ അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്, വിനായകനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ മൂലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവ ചരാചരങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ച കാരണമാണ്. ആ പ്രപഞ്ചത്തിന്റെ കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പരബ്രഹ്മം തന്നെയാണ്. അപ്പൊ നീ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപം തന്നെയാണ്, പ്രപഞ്ച കാരണമായ പരബ്രഹ്മ സ്വരൂപനെ എന്നാണ് അർത്ഥം. അപ്പൊ ഗളദാനമാലം ചലദ്ഭോഗിമാലം ഗളാംബോധകാലം സദാ ദാനശീലം സുരാരാധികാലം മഹേശാത്മബാലം ലസത് പുണ്ട്രപാലം ഭജേ ലോകമൂലം. ഏകദേശം അർത്ഥം മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ഒത്തിരി വിവരിക്കാനായിട്ട് സമയമില്ല. അപ്പൊ നമുക്ക് 2 ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്ന് എഴുതാം. വേഗം എഴുതിക്കും. 2ാമത്തെ ശ്ലോകം ഇതായിരുന്നു. കിലദ്ദേവ ഗോത്രം കനത് ഹേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരചന്ദ്രവക്ത്രം ത്രയീഭൂതപാത്രം സമുത്താർത്തിദാത്രം ഭജേ ശക്തിപുത്രം. അതിന്റെ അർത്ഥമാണ് പറയുന്നത്. വേഗം എഴുതിക്കും. കിലത്തുക്കളായ ബ്രാക്കറ്റിൽ ക്രീഡിക്കുന്നവരായ ദേവന്മാരുടെ ഗോത്രമായിട്ടുള്ളവനെ, ഗോത്രം ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഉറവിടം എന്നിടാം. ഗോത്രമായിട്ടുള്ളവനെ, കിലത്തുക്കളായ ദേവന്മാരുടെ ഗോത്രമായിട്ടുള്ളവനെ വെട്ടിത്തിളങ്ങുന്ന സ്വർണത്തിന്റെ നിറമുള്ള ശരീരത്തോട് കൂടിയവനെ, വെട്ടിത്തിളങ്ങുന്ന സ്വർണത്തിന്റെ നിറമുള്ള ശരീരത്തോട് കൂടിയവനെ. അടുത്ത സത്തും ആനന്ദവും തന്നെയായ സ്വരൂപത്തോട് കൂടിയവനെ. സദാനന്ദം മാത്രം എന്നുള്ളതിനാണ്. സത്തും ആനന്ദവും തന്നെയായ സ്വരൂപത്തോട് കൂടിയവനെ. മഹാഭക്തന്മാർക്ക് മിത്രമായിട്ടുള്ളവനെ. മഹാഭക്തമിത്രം എന്നുള്ളതിന് മഹാഭക്തന്മാർക്ക് മിത്രമായിട്ടുള്ളവനെ. ശരത്കാല ചന്ദ്രനെ പോലെ
തെളിഞ്ഞ മുഖത്തോടു കൂടിയവനെ, ശരത്കാല ചന്ദ്രനെ പോലെ തെളിഞ്ഞ മുഖത്തോടു കൂടിയവനെ, ഋക്ക് യജുസ് സാമം, ഋക്ക് യജുസ് സാമം എന്നീ മൂന്ന് വേദങ്ങൾക്ക് പരിശുദ്ധമായ പാത്രമായിട്ടുള്ളവനെ, പാത്രം ബ്രാക്കറ്റ് വേണേ കൊടുക്കാം, ഇരിപ്പിടമായിട്ടുള്ളവനെ എന്നീ മൂന്ന് വേദങ്ങൾക്ക് പരിശുദ്ധമായ ഇരിപ്പിടമായിട്ടുള്ളവനെ. അടുത്തത് സമസ്ത ദുഃഖങ്ങളെയും അരിഞ്ഞു മുറിക്കുന്ന ആയുധമായിട്ടുള്ളവനെ, സമസ്ത ദുഃഖങ്ങളെയും അരിഞ്ഞു മുറിക്കുന്ന ആയുധമായിട്ടുള്ളവനെ, ശക്തിയുടെ പുത്രനായിട്ടുള്ളവനെ, ഞാൻ ഭജിക്കുന്നു, അങ്ങയെ ഞാൻ ഭജിക്കുന്നു. എഴുതിയ എല്ലാവരും ഒന്ന് ഒരാള് പറയാവോ? അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുവാണേ. എഴുതിയെന്നുള്ള അതിൽ ഞാൻ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുവാണേ. വായിക്കട്ടെ? വായിച്ചു. കിലത്തുക്കളായ ദേവന്മാരുടെ ഗോത്രം ആയിട്ടുള്ളവനെ, വെട്ടിത്തിളങ്ങുന്ന സ്വർണത്തിന്റെ നിറമുള്ള ശരീരത്തോട് കൂടിയവനെ, സത്തും ആനന്ദവും തന്നെയായ സ്വരൂപത്തോട് കൂടിയവനെ, മഹാഭക്തന്മാർക്ക് മിത്രമായിട്ടുള്ളവനെ, ശരത്കാല ചന്ദ്രനെ പോലെ തെളിഞ്ഞ മുഖത്തോട് കൂടിയവനെ, ഋഗ് യജുസ് സാമം എന്നീ മൂന്ന് വേദങ്ങൾക്ക് പരിശുദ്ധമായ പാത്രമായി ുള്ളവനെ, സമസ്ത ദുഃഖങ്ങളെയും അരിഞ്ഞു മുറിക്കുന്ന ആയുധമായിട്ടുള്ളവനെ, ശക്തിയുടെ പുത്രനായിട്ടുള്ളവനെ ഞാൻ നമിക്കുന്നു. ഞാൻ ടീച്ചറെ ആദ്യത്തെ ഒന്ന് പറയാ. കിലത്തുകൾക്ക് അത് കിട്ടിയില്ല, നെറ്റ് പോയായിരുന്നതാ. കിലത്തുക്കളായ ദേവന്മാരുടെ ഗോത്രമായിട്ടുള്ളവനെ, ഇനി അടുത്ത 3ലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ഇനി 2 ശ്ലോകങ്ങളുടെ എങ്കിലും നമ്മൾ തീർക്കണം, അതുകൊണ്ടാണ്. അപ്പം അടുത്ത 3ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എഴുതിക്കോ. വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മദജലത്തോട് കൂടിയവനെ, വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മദജലത്തോട് കൂടിയവനെ, ഇളകിക്കൊണ്ടിരിക്കുന്ന സർപ്പങ്ങളാകുന്ന മാലയോട് കൂടിയവനെ, ഇളകിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളെന്ന് വേണേലും എഴുതാം, സർപ്പങ്ങളാകുന്ന മാലയോട് കൂടിയവനെ, കഴുത്തിൽ കാർമേഘം പോലെ കറുത്ത നിറമുള്ളവനെ, എപ്പോഴും
ദാനം ചെയ്യുന്നത് ശീലമാക്കിയിട്ടുള്ളവനെ, എപ്പോഴും ദാനം ചെയ്യുന്നത് ശീലമാക്കിയിട്ടുള്ളവനെ ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർക്ക്, ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർക്ക് കാലനായിട്ടുള്ളവനെ മഹേശന്റെ അസുരന്മാർക്കെന്ന് പറഞ്ഞു ഒന്നുകൂടെ പറയാം. അസുരന്മാർക്കും തുടങ്ങി ഒന്നുകൂടെ പറയാമോ? ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർക്ക് കാലനായിട്ടുള്ളവനെ, ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർക്ക് കാലനായിട്ടുള്ളവനെ മഹേശന്റെ ആത്മചൈതന്യം തന്നെ ബാലരൂപം പ്രാപിച്ചു നിൽക്കുന്നവനെ, മഹേശന്റെ ആത്മചൈതന്യം തന്നെ ബാലരൂപം പ്രാപിച്ചു നിൽക്കുന്നവനെ നെറ്റിത്തടത്തിൽ പ്രകാശിക്കുന്ന ത്രിപുണ്ഡ്രക്കുറി അണിഞ്ഞവനെ ലോകത്തിനെല്ലാം ആദി കാരണമായിട്ടുള്ളവനെ, ഞാൻ ഭജിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അടുത്ത ശ്ലോകത്തിലേക്ക് നാലാമത്തെ ശ്ലോകം. ഉരസ്താരഹാരം ശരചന്ദ്രഹീരം സുരശ്രീ വിചാരം ഹൃദാർത്താരിഭാരം കടേദാനപൂരം ജഡാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവ വീരം. നമുക്ക് വേഗം പോകാം. ആദ്യത്തെ വിശേഷണം, അതിലും ഭജ എന്നാണ് എന്താണ് ക്രിയാപദം. ഞാൻ ഭജിക്കുന്നു. ഇനി എങ്ങനെയുള്ള വിനായകനെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയുന്നു. അതെന്താണ് പറയുന്നത്? ഉരസ്താരഹാരം, ഉരസിൽ താരഹാരത്തോട് കൂടിയവനെ. ഉരസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഞ്ച്, മാറിടമൊക്കെയാണ്. മാറിടത്തില് ഹാരം അണിഞ്ഞിട്ടുണ്ട് വിനായകൻ. ഹാരം എന്ന് പറഞ്ഞാൽ മുത്തുമാലയാണ്. താരഹാരമാണ് ഇവിടെ അണിഞ്ഞിരിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുക. താരഹാരം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ മുത്തുകളായിട്ട് കോർത്തുകൊണ്ടുള്ള ഹാരം എന്ന് വേണേ നമുക്ക് എടുക്കാം. അതായത് ഓരോ മുത്തും നക്ഷത്രങ്ങളാണ്. അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്ന പോലെ തിളങ്ങുന്ന മുത്തുകൾ കോർത്തിണങ്ങിയ മാല അണിഞ്ഞിട്ടുള്ളവനെ എന്ന് വേണേലും നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനായകനെ ഇവിടെ പ്രപഞ്ചമായിട്ട് കാണുകയാണെങ്കിൽ ആ പ്രപഞ്ചത്തിന്റെ വിനായകന്റെ വിരിമാറെന്ന് പറയുന്നത് ആകാശമാണ്. അപ്പൊ ആകാശത്ത് മിന്നി നിൽക്കുന്ന നക്ഷത്രങ്ങൾ കൊണ്ടുള്ള മാല അണിഞ്ഞവനാണ് വിനായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം കവികളൊക്കെ ഇവിടെ ഗുരുദേവനും ഒക്കെ മിക്കവാറും പ്രപഞ്ചം ഈശ്വരനാണ്. സിനിമാ പാട്ടും ഒക്കെ ഉണ്ട് പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി ഈശ്വരനാണെന്നുള്ള. അപ്പം അങ്ങനെ പ്രപഞ്ചമായിട്ട് തന്നെ ഇവിടെ വിനായകനെ നമുക്ക് വേണേ കാണാം. ജനനീ നവരത്നമഞ്ജരിയിൽ ഗുരുദേവൻ പറയുന്നുണ്ട്, മീനായതും ഭവതി മാനായതും ജനനി, നീ നാഗവും നഖഖകം താനായതും ധര നദി നാരിയും നരനും ആ നാഗവും നരകവും ഈ പ്രപഞ്ചത്തിലെ സകലതും നീയാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ഈ പ്രപഞ്ചത്തെ മൊത്തമായിട്ട് വിനായകനായിട്ട് കാണുകയാണെങ്കിൽ
നമുക്ക് പറയാം. വിനായകന്റെ വിരിമാറിലെ മുത്തുമാല എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ കൊണ്ടുണ്ടാക്കുകയാണ്. ഉരസ്താരഹാരം, മാറിടത്തിൽ എന്താണ് താരഹാരം അണിഞ്ഞവനെ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് ശരചന്ദ്രഹീരം. ശരചന്ദ്രഹീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നേരത്തെ ഒരു ശരചന്ദ്രൻ കൂട്ടിയുള്ള ഒരു വിശേഷണം വന്നിട്ടുണ്ട്. ശരചന്ദ്ര വക്രം നടുന്നത് അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചു. ശരത്കാല ചന്ദ്രന്റെ പോലെ മുഖം ഉള്ളവനെ എന്നാണ്. അവിടെ മുഖത്തിന്റെ ശോഭയായിരുന്നു, നല്ല തെളിഞ്ഞ വിനായകന്റെ ആ തെളിഞ്ഞ മുഖം, നല്ല പ്രസാദമുള്ള മുഖമായിരുന്നു അവിടെ സൂചിപ്പിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ശരചന്ദ്ര ഹീരം, ഹീരമായിട്ട് ശരത്കാല ചന്ദ്രനെ അണിഞ്ഞിട്ടുള്ളവനെ. ഹീരം എന്ന് പറഞ്ഞാൽ വജ്രമണി, അതായത് തലയിൽ ചൂടുന്ന ആഭരണമാണ്. അപ്പൊ ശരത്കാല ചന്ദ്രനെ തലയിൽ ആഭരണമായിട്ട്, ശിരസിൽ ആഭരണമായിട്ട് ചൂടിയിട്ടുള്ളവനെ. ശരത്കാല ചന്ദ്രൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പറഞ്ഞു, ഏറ്റവും പ്രകാശമുള്ള, ഏറ്റവും തെളിച്ചമുള്ള സമയമാണ് ശരത്കാലത്തെ. ചന്ദ്രന്റെ നല്ല പ്രത്യേകതയാണ്, നല്ല തെളിച്ചവും ഒക്കെയാണെന്ന് പറഞ്ഞു. ആ ശരത്കാല ചന്ദ്രനെ ശിരസിൽ ആഭരണമാക്കി അണിഞ്ഞവനെ. അവിടെയും എന്ത് തന്നെയാണ്, ശിവന്റെ ഒരു പര്യായമായിട്ടുള്ള വിശേഷണം തന്നെയാണ് അവിടെ വരുന്നത്. അടുത്ത സുരശ്രീ വിചാരം. സുരശ്രീ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരൻ എന്ന് പറഞ്ഞു ഞാനിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞു ദേവൻ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. സുരന്മാരുടെ ശ്രീയെ കുറിച്ച്, ദേവന്മാരുടെ ശ്രീയും നമ്മൾ നേരത്തെ പഠിച്ചു, ഐശ്വര്യം അല്ലെങ്കിൽ ലക്ഷ്മി ദേവി, രണ്ടർത്ഥം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ദേവന്മാരുടെ ഐശ്വര്യം, ഇവിടെ ഐശ്വര്യമാണ്. ദേവന്മാരുടെ ഐശ്വര്യത്തെ കുറിച്ച് എപ്പോഴും വിചാരമുള്ളവനെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ പറഞ്ഞു ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നവരാണ്, അത് അവര് ധർമ്മചാരികളാണ്, സത്വഗുണമുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉള്ളവര് അങ്ങനെയുള്ള ദേവന്മാരുടെ എല്ലാ സൗഭാഗ്യങ്ങളും ലക്ഷ്യമാക്കിയിട്ടുള്ളവനെ, അവരെ ശത്രുപീഡയിൽ നിന്നൊക്കെ രക്ഷിക്കുന്നവനെ എന്നാണ് അർത്ഥം. അപ്പം ആശ്രയിക്കുന്നവർക്ക് വിനായകൻ എങ്ങനെയാണ്, കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിച്ചു മിത്രമാണെന്ന് പഠിച്ചു, കൂട്ടുകാരനാണെന്ന് പഠിച്ചു. ഇവിടെ പറയുന്നു അവരുടെ ക്ഷേമത്തെ കുറിച്ച്, അവരുടെ ഐശ്വര്യത്തെ കുറിച്ച് എപ്പോഴും എന്താണ്, വിചാരമാണ്, എപ്പോഴും ആ ചിന്തയാണ്. അവരങ്ങോട്ടൊന്നും പറയണ്ട, അതിനു മുമ്പ് തന്നെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ് സുരശ്രീ വിചാരം. അടുത്ത ഹൃദാർത്താരിഭാരം. അപ്പം ഇവിടെയും ഇപ്പൊ പറഞ്ഞ വിശേഷണത്തിലും ഗുരുദേവന്റെ ആത്മാംശമുണ്ട്. ഗുരുദേവനും അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെയാണ്, നമ്മ ഭക്തന്മാരുടെ ഐശ്വര്യത്തെ എപ്പോഴും വിചാരമുള്ളവനാണ്. അതുപോലെ തന്നെ ഇപ്പൊ അടുത്തെന്താണ്, ഹൃദാർത്താരിഭാരം. അത് എന്താണെന്ന് വെച്ചാൽ ആർത്താരിഭാരത്തെ ഇല്ലാതാക്കുന്നവനെ. ഹൃദാർത്താരിഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തന്മാരുടെ ദുഃഖഭാരം, ദുഃഖിതരുടെ ദുഃഖഭാരം. ദുഃഖിതർക്ക് ദുഃഖിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാല് നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും നമ്മളെല്ലാവർക്കും ഓരോരോ ദുഃഖങ്ങളുണ്ട്. എന്റെ ദുഃഖമല്ല നിങ്ങളുടെ ദുഃഖം. അപ്പൊ അങ്ങനെയുള്ള എപ്പോഴും ദുഃഖം അനുഭവിക്കുന്നവരാണ് നമ്മള്, അല്ലെങ്കിൽ ഈ വിനായകന്റെ ഭക്തരും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ആർത്തരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനെ, ആ ദുഃഖമാകുന്ന ഭാരത്തെ അല്ലെ ദുഃഖമാകുന്ന ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് അവർക്ക് ജീവിതത്തിൽ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനെ. അപ്പം അവരുടെ എന്താണ്, അവരുടെ ആനന്ദത്തിന് വിഘാതമായി നിൽക്കുന്ന വിഘ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കി അവർക്ക് ജീവിതാനന്ദം കൈവരുന്നതിന് ആര്, വിനായകൻ കാരണമാകുന്നു. ഇവിടെയും ഗുരുദേവന്റെ ആത്മാംശമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദുഃഖം അനുഭവിക്കുന്നവരുടെ ദുഃഖഭാരത്തെ ഇല്ലാതാക്കിയ ആളാണ് ഗുരുദേവൻ. അതുപോലെ തന്നെയായിരുന്നു പ്രവാചകന്മാരൊക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. വിനായകനെ കുറിച്ചുള്ള പ്രസിദ്ധമായ ഒരു ശ്ലോകത്തിൽ നമ്മളൊക്കെ ചൊല്ലുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഉമാസുതം ശോക വിനാശ കാരണം, നമ്മൾ ചൊല്ലാറുണ്ട് അല്ലെ, നമ്മളെ പണ്ടൊട്ടെ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. അതിലും പറയുന്നത് എന്താണ്, ശോക വിനാശ കാരണമാണ്, ശോകത്തിന്റെ വിനാശത്തിന് കാരണമാണ്, ദുഃഖത്തിന്റെ നാശത്തിന് കാരണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഭക്തന്മാരുടെ ദുഃഖത്തിന് കാരണമായ എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് അവർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നവനെ എന്നാണ് എന്റെ വാക്കിന്റെ അർത്ഥം. അടുത്ത കടേദാനപൂരം. കടേദാനപൂരം നേരത്തെ വന്ന ഗണദാനമാലത്തോട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആവർത്തനം വരും. സ്തോത്ര കൃതികളിൽ എപ്പോഴും ഇങ്ങനെ ആവർത്തനം വന്നു, ഒരേ വിശേഷം തന്നെ വീണ്ടും വീണ്ടും
പറയുന്നത്. ഇവിടെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്, പക്ഷെ അർത്ഥം ആശയം ഒരുപോലെയൊക്കെയാണ്. അത് സ്തോത്ര കൃതികളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ കടയദാനപൂരം എന്ന് പറഞ്ഞാൽ ഗളദാനമാലത്തിന്റെ അർത്ഥം തന്നെയാണ്. ദാനമാല അവിടെ ഞാൻ പറഞ്ഞായിരുന്നു മതജല പ്രവാഹമാണ്, ഇവിടെയും അത് തന്നെയാണ്. കടയെന്ന് പറഞ്ഞാൽ ഇവിടെ കവിൾത്തടമാണ്, കഴുത്ത് കവിൾത്തടം എന്നൊക്കെ. ആനയുടെ കവിൾത്തടത്തിലൂടെ എല്ലായ്പ്പോഴും ഇവിടെ വിനായകന്റെ കവിൾത്തടത്തിലൂടെ എപ്പോഴും മതജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കവിൾത്തടത്തിലൂടെ എപ്പോഴും മതജല പ്രവാഹം നടക്കുന്നവനെ എന്നാണ് അവിടെ കടേദാനപൂരം എന്ന് പറഞ്ഞാല്. അടുത്ത ജഡാഭോഗിപൂരം. ജഡാഭോഗിപൂരം എന്ന് പറഞ്ഞാൽ അതും നമുക്കറിയാം ആവർത്തനമായിട്ട് വരുന്നുണ്ട്. നേരത്തെ ഇപ്പൊ കുറച്ചു മുമ്പ് വരെ ചലത്ഭോഗിമാലം ഒക്കെ അവിടെ ഭോഗി എന്നുള്ള വാക്കത്തെ ഇവിടെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ജഡാഹീന്ദ്ര കുന്തം നമ്മൾ പഠിച്ചായിരുന്നു, അവിടെ അഹീന്ദ്രൻ എന്നാണ് പാമ്പിന് പര്യായം പഠിച്ച, പിന്നീട് ഭോഗി പഠിച്ചു. അപ്പൊ ഇവിടെ ജഡാഭോഗിപൂരം എന്ന് പറഞ്ഞാല് ജഡയിൽ സർപ്പങ്ങളുടെ കൂട്ടത്തെ, പൂരം ഇവിടെ കൂട്ടമാണ്. ചലത്ഭോഗി മാലം എന്നുള്ളതും അവിടെയും കൂട്ടമായിരുന്നു, ഇവിടെയും പറയാണ് ജഡയില് സർപ്പങ്ങളുടെ കൂട്ടത്തെ അണിഞ്ഞിരിക്കുന്നവനെ. അത് നമുക്കറിയാം ശിവഭഗവാന്റെ ലക്ഷണമാണ് ഇവിടെ വിനായകന് ആരോപിച്ചിരിക്കുന്നത്. അപ്പൊ ചലിക്കുന്ന പാമ്പുകള് ഇവിടെ ജടയിൽ അണിഞ്ഞിരിക്കുന്നവനെ. വീണ്ടും ആ പരബ്രഹ്മ തത്വം തന്നെയാണ്, രണ്ടുപേരും ഒന്ന് തന്നെയാണെന്നുള്ളത് വീണ്ടും സൂചിപ്പിക്കുകയാണ്. അടുത്ത കലാബിന്ദു താരം. കലാബിന്ദു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലയെയും ബിന്ദുവിനെയും താരണം ചെയ്ത് നിൽക്കുന്നവനെ, അതിവർത്തിച്ച് നിൽക്കുന്നവനെ എന്ന് പറയാം. കലാബിന്ദു എന്ന് പറഞ്ഞാൽ അവ തന്ത്രശാസ്ത്രത്തിലെ താന്ത്രിക വിദ്യയിലേക്ക് രണ്ട് പദങ്ങളാണ് കലാബിന്ദു എന്ന് പറയുന്നത്. മൂർത്തിത്രയത്തിനും അപ്പുറമുള്ളതാണ് കല. ബ്രഹ്മ വിഷ്ണു മഹേശ്വരനും അപ്പുറമുള്ളതാണ് കല എന്ന് പറയുന്നത് വാക്ക്. കലയ്ക്കും അപ്പുറമുള്ളതാണ് ബിന്ദു. അപ്പൊ പ്രപഞ്ച കാരണമായി നിൽക്കുന്ന ആദി ബീജമാണ് ബിന്ദു എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഗുരുദേവന്റെ തന്നെ കാളി നാടകത്തിൽ തുടങ്ങുന്നെങ്കിൽ നമോനാഥ ബിന്ദുവാത്മികേ എന്നും പറഞ്ഞുകൊണ്ടാണ് അല്ലെ. അപ്പൊ ആ ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച കാരണമായി നിൽക്കുന്ന, ആദി കാരണമായി നിൽക്കുന്ന, മൂർത്തിത്രയത്തിനുമൊക്കെ അപ്പുറത്തുമുള്ള അതാണ്. അപ്പൊ ആ കലയ്ക്കും ബിന്ദുവിനും ഒക്കെ ചേർന്ന, കലയും ബിന്ദുവും ചേർന്ന താരമാകുന്ന സ്വരൂപത്തോട് കൂടിയവനെ കലാബിന്ദു താരം. ആ കലയും ബിന്ദുവും ചേർന്ന താരമാകുന്ന സ്വരൂപത്തോട് കൂടിയവനെ എന്ന് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് അതീതമായി നിൽക്കുന്നവനെ, പ്രപഞ്ച കാരണമായുള്ള ആദി കാരണമായിരിക്കുന്നതാണ് ബിന്ദു എന്ന് പറഞ്ഞാൽ അതേയും അതിവർത്തിച്ച് നിൽക്കുന്നവനെ. താരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിവർത്തിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ പ്രപഞ്ചത്തിനും അതിവർത്തിച്ച് നിൽക്കുന്നവനെ എന്ന് വേണേ എടുക്കാം. വേണമെങ്കിൽ സംസാര സാഗരത്തെ തരണം ചെയ്യിച്ച് രക്ഷിക്കുന്ന ഭഗവാനെ എന്ന് വേണമെങ്കിലും എടുക്കാം. സംസാര സാഗരത്തെ, അതും പ്രപഞ്ചമായിട്ട് പറയല്ലോ. അപ്പൊ സംസാര സാഗരത്തെ തരണം ചെയ്ത് രക്ഷിച്ചു നിൽക്കുന്ന ഭഗവാനെ. ദൈവദശകത്തിലും അങ്ങനെ ഒരു സൂചന ഗുരുദേവൻ കൊണ്ടുവരുന്നുണ്ടല്ലോ. നാവികനെ ഭവാബ്ധിക്ക്, ഈ ഭവസാഗരത്തിന് നീ നാവികനാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പ്രപഞ്ച ജീവിതം അല്ലെങ്കിൽ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സംസാര ദുഃഖം എന്നൊക്കെ പറയുന്ന ഒരു ഭവസാഗരം കടക്കുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ ഭവസാഗരത്തിന് ഒരു നാവികനായിട്ട് സംസാര സാഗരത്തെ തരണം ചെയ്ത് രക്ഷിക്കുന്നവനാണ് വിനായകൻ എന്നാണ് ഇതിന്റെ അർത്ഥമായിട്ട് പറയുന്നത്. കലയെയും ബിന്ദുവിനെയും അതിവർത്തിച്ച് നിൽക്കുന്നവനെ. അങ്ങനെയുള്ള വിനായകനെ ഞാൻ ഭജിക്കുന്നു. ശൈവവീരം, ഒരു വിശേഷണം കൂടെ പറയുന്നുണ്ട്. ശൈവവീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിവന്റെ വീര്യങ്ങളോടുകൂടി, ശിവന്റെ വീര്യഭാവങ്ങളുടെ എല്ലാം സാരമായിട്ട് നിൽക്കുന്നവനെ. ശൈവ സിദ്ധാന്തം അനുസരിച്ച് ശിവനാണ് ഏക സത്യം. ശൈവര് പറയുന്നത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ശിവനിലാണെന്നാണ് ശൈവര് വിശ്വസിക്കുന്നത്. സൃഷ്ടി നടക്കുന്നതും അതുപോലെ തന്നെ നിലനിൽപ്പും ഒടുങ്ങുന്നതും എല്ലാം ശിവനിൽ തന്നെയാണെന്നാണ്. അങ്ങനെയുള്ള ആ ശിവന്റെ വീര്യഭാവങ്ങളുടെ എല്ലാം സാരനായിട്ടുള്ളവനെ എന്ന് പറയുന്നുണ്ട്. ശൈവന്മാരായ ഭൂതഗണങ്ങൾക്കൊക്കെയും നായകനായിട്ടുള്ളവനെ ഗണേശൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അതാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഇങ്ങനെയെല്ലാമുള്ള വിനായകനെ ഞാൻ
ഭജിക്കുന്നു. ഉരസിൽ താരഹാരം അണിഞ്ഞിരിക്കുന്നവനും ശരത്കാല ചന്ദ്രനെ തലയിലെ വജ്രമണിയായിട്ട് അണിഞ്ഞിരിക്കുന്നവനും ദേവന്മാരുടെ ശ്രീയെക്കുറിച്ച് എപ്പോഴും വിചാരമുള്ളവനും ദുഃഖിതരുടെ ദുഃഖത്തെയൊക്കെ ദുഃഖമാകുന്ന ശത്രുക്കളെയൊക്കെ ആക്കി അവർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നവനും കവിൾത്തടത്തിലൂടെ എപ്പോഴും മതജലം ഒഴുകുന്നവനും ജടയിൽ പാമ്പുകളുടെ കൂട്ടത്തെ ധരിച്ചിരിക്കുന്നവനും കലയെയും ബിന്ദുവിനെയും താരണം ചതിവർത്തിച്ചു നിൽക്കുന്നവനും ശിവന്റെ വീര്യഭാവത്തോടു കൂടിയവനുമായ വിനായകനെ ഞാൻ ഭജിക്കുന്നു. അടുത്ത ശ്ലോകവും കൂടി എടുത്തിട്ട് നമുക്ക് അർത്ഥം സമയമുണ്ടെങ്കിൽ എഴുതാം. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. കരാരൂഢമോക്ഷം വിബദ്ഭംഗദക്ഷം ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രിതാമർത്യവൃക്ഷം സുരാരിദ്രുതക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാക്ഷം. അപ്പം അവിടെ ആദ്യത്തേത് വിശേഷണം എന്ന് പറഞ്ഞ കരാരൂഢമോക്ഷം. അത് നമുക്കറിയാം, അർത്ഥം അറിയാം. കരം കയ്യെന്നാണ്. കയ്യില് മോക്ഷം എങ്ങനെയാണ്? ആരൂഢം എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന. അപ്പം കയ്യില് മോക്ഷത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവനെ. മോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ജീവിതത്തിന്റെ എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഒരു ജീവൻ അകന്ന് പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അല്ലെ? ഇങ്ങനെ 4 പുരുഷാർത്ഥങ്ങളുണ്ട്. അതിൽ പരമമായ പുരുഷാർത്ഥമാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇവിടെ പറയാണ് വിനായകന്റെ കയ്യില് ആ മോക്ഷം ഇങ്ങനെ ആരൂഢമായിരിക്കുകയാണ്, ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ തൃക്കരങ്ങളിൽ മോക്ഷത്തെ എടുത്തു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് എല്ലാവർക്കും മോക്ഷം ലഭിക്കുന്നു വിനായകന്റെ അനുഗ്രഹത്താൽ. ഏതൊരു അഭീഷ്ടങ്ങളെയും സാധിച്ചു കൊടുക്കുന്നവനാണ്, എല്ലാ വിഘ്നങ്ങളെയും മാറ്റുന്നവനാണെന്ന് പറഞ്ഞു. ഇവിടെ വിനായകൻ മോക്ഷ ദാതാവായിട്ട് വർത്തിക്കുന്നു എന്നും കൂടി ഉണ്ട്. അടുത്തത് വിപത് ഭംഗദക്ഷം. വിപത് ഭംഗദക്ഷം എന്ന് പറഞ്ഞാൽ വിപത്തുക്കളുടെ ഭംഗത്തില്, വിപത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആപത്തുകളാണ്. ആപത്തുകളുടെ ഭംഗത്തില് ദക്ഷതയുള്ളവനെ, ഭക്തന്മാർക്കുണ്ടാകുന്ന ആപത്തുകൾ ഭഞ്ചിക്കുന്നതിൽ, അത് ഇല്ലാതാക്കുന്നതിൽ സാമർഥ്യമുള്ളവനെ. ദക്ഷത എന്ന് പറഞ്ഞാൽ സാമർഥ്യമാണ്. എപ്പോഴും ഭക്തന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ളവനെ തന്നെയാണ് അർത്ഥം. അവർക്കുണ്ടാകുന്ന ആപത്തുകളെ ഇല്ലാതാക്കാൻ എപ്പോഴും ശ്രദ്ധാലുവായിട്ടിരിക്കുന്നവനെ, സാമർഥ്യത്തോടുകൂടി ഇരിക്കുന്നവനെ. നമുക്കറിയാം എപ്പോഴും ഈ ലോക ജീവിതത്തിൽ നമുക്ക് അപകടങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴാണ് വിപത്തുകൾ അല്ലെങ്കിൽ ആപത്തുകൾ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെ? ഇപ്പൊ രാവിലെ ഇറങ്ങിപ്പോകുന്ന ഒരാൾ അതേ അവസ്ഥയിൽ തിരിച്ച് വീട്ടിൽ കയറുമെന്ന് ഒരറപ്പുമില്ല. എപ്പോഴും അപകടങ്ങള്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം ഇടിമിന്നല്, അല്ലെങ്കിൽ വയനാട് ദുരന്തം, അങ്ങനെയുള്ള പ്രളയം, അങ്ങനെയുള്ള എന്തെല്ലാം അപകടങ്ങള് നമുക്കുണ്ടാകാറുണ്ട്. അപ്പൊ ഈ അപകടങ്ങളെയൊക്കെ, ഭക്തന്മാരുടെ അപകടങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ശക്തിയായിട്ടുള്ളവനെ, ആ അപകടങ്ങളെയൊക്കെ, വിപത്തുകളെയൊക്കെ ഭഞ്ചിക്കുന്നതില് ശ്രദ്ധാലുവായിട്ട് സാമർഥ്യത്തോടു കൂടി വർത്തിക്കുന്നവനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്ത ചലത്സാരസാക്ഷം. ചലത്സാരസാക്ഷം എന്ന് പറഞ്ഞാൽ സാരസം എന്ന് പറഞ്ഞാൽ സരസിൽ ഉണ്ടാകുന്നത്. സരസ് എന്ന് പറഞ്ഞാൽ താമരപ്പയ്കയാണ്. സരസിൽ ഉണ്ടാകുന്നത് താമരപ്പൂവാണ്. അപ്പൊ താമരപ്പൂവിന്റെ, ചലിക്കുന്ന താമരപ്പൂവിന്റെ രൂപത്തിലുള്ള അക്ഷിയോടുകൂടിയവനെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു കവികളൊക്കെ കണ്ണുകളെ, മനോഹരമായ കണ്ണുകളെ വർണ്ണിക്കുന്നത് താമരപ്പൂവിനോടാണ്. താമരപ്പൂവിനോടല്ല, താമര ഇതളാണ്, അല്ലെ? അപ്പൊ താമര ഇതളിന്റെ ആ ഷെയ്പ്പ്, ആ ആകൃതിയാണ് മനോഹരമായ കണ്ണിന്, നീണ്ട് വിടർന്ന കണ്ണെന്ന് നമ്മൾ പറയും. അപ്പം അതുപോലെയുള്ള നല്ല താമര ഇതള് പോലെയുള്ള കണ്ണുകൾ എന്ന് പറയും. ഇവിടെ വിനായകന്റെ കണ്ണിനെ കുറിച്ച് പറയുകയാണ്. വിനായകന്റെ കണ്ണ് എങ്ങനെയുള്ളതാണ്? ചലിക്കുന്ന സാരസത്തെ പോലെയാണ്, ഇളകിക്കൊണ്ടിരിക്കുന്ന താമരപ്പൂ പോലെയുള്ള അക്ഷത്തോടു കൂടിയവനെ എന്ന് പറഞ്ഞാൽ ആ കണ്ണിന്റെ മനോഹാരിത മാത്രമല്ല, ഇവിടെ മനോഹരമായ കണ്ണാണ്, അത് മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, അതിന്റെ ഉദ്ദേശവും കൂടെ ഉണ്ട്. ചലിക്കുന്ന താമരപ്പൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ണിങ്ങനെ ഇളകാതെ നേരെ മാത്രം ദൃഷ്ടി പതിപ്പിച്ചാൽ നമുക്കറിയാം അത് നേരെയുള്ള കാഴ്ചകളെ കാണത്തുള്ളൂ, നേരെ മുമ്പിലുള്ള കാഴ്ചകൾ മാത്രം. കണ്ണ് ഇളകിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഒക്കെ ഉള്ള കാഴ്ചകൾ
കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ ലോകരക്ഷയ്ക്കായിട്ട് ലോകത്തിന്റെ ഓരോ കോണിലേക്കും ദൃഷ്ടി പായിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ വിനായകൻ. അപ്പൊ വിനായകന്റെ കണ്ണിന്റെ മനോഹാരിത മാത്രമല്ല, വിനായകൻ ഈ ലോകക്ഷേമത്തിനായിട്ട് എപ്പോഴും കണ്ണുകൾ ഇങ്ങനെ സൂക്ഷ്മതയോടെ എന്ത് ചെയ്യുന്നു, ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ ചലിക്കുന്ന താമരപ്പൂവിനെ പോലുള്ള കണ്ണുകൾ ഉള്ളവനെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പരാശക്തി പക്ഷം. പരാശക്തി, ആദിപരാശക്തി, ശക്തി സ്വരൂപിണിയായ പാർവതീദേവി സമീപത്ത് പക്ഷത്ത് വർത്തിക്കുന്നവനെ, എപ്പോഴും സമീപത്തുണ്ട്. വിനായകന്റെ സമീപത്ത് മാതാവായ പാർവതീദേവിയുണ്ട്. ആ പാർവതീദേവിയുടെ വാത്സല്യം ആവോളമുള്ള മകനാണ് വിനായകൻ, സീമന്തപുത്രനാണ് അല്ലെ. അപ്പൊ തന്നെ പാർവതീദേവി എപ്പോഴും പക്ഷത്തുള്ളവനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്ത് ശ്രിതാമർത്യ വൃക്ഷം. ശ്രിത എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു, ആശ്രയിക്കുക. ശ്രിതശ്രീ മുകുന്ദം നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. അപ്പൊ ആശ്രയിക്കുന്ന, ഇവിടെ എന്താണ്, ശ്രിതാമർത്യ വൃക്ഷം, അമർത്യ വൃക്ഷം, ആശ്രയിക്കുന്നവർക്ക് അമർത്യ വൃക്ഷമായിട്ടുള്ളവനെ. അമർത്യ വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണെന്ന് ചോദിച്ചാൽ ദേവവൃക്ഷം. അമർത്യം എന്ന് പറഞ്ഞാൽ ദേവനാണ്, മർത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യനാണ്, മരണമുള്ളവനാണ്. അമർത്യം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവനാണ്. മരണമില്ലാത്തവര് ദേവന്മാരാണ്. ആ ദേവന്മാരുടെ വൃക്ഷം, ദേവവൃക്ഷം. അപ്പൊ ഇവിടെ എന്താണ്, ആശ്രയിക്കുന്നവർക്ക് ദേവവൃക്ഷമായിട്ടുള്ളവനെ. ദേവവൃക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൽപ്പവൃക്ഷത്തെയാണ് ദേവവൃക്ഷം എന്ന് പറയുന്നത്. ദേവവൃക്ഷങ്ങൾ 5 ഉണ്ട്. 5: മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പവൃക്ഷം, ഹരിചന്ദനം. ഇവയാണ് 5 ദേവവൃക്ഷങ്ങൾ. ഇതിനെ നമ്മൾ പൊതുവായിട്ട് കൽപ്പവൃക്ഷം എന്ന് പറയും. അപ്പൊ കാമധേനുവിനെ പോലെ നമുക്കറിയാം കൽപ്പവൃക്ഷവും എന്ത് ചെയ്യും, എല്ലാ അഭീഷ്ടങ്ങളും ഭക്തന്മാർ എന്ത് ചോദിച്ചാലും നൽകുന്നതാണ് ഈ കൽപ്പവൃക്ഷം അല്ലെങ്കിൽ കാമധേനു എന്നൊക്കെ പറയുന്നത്. ദേവവൃക്ഷമാണ്. അപ്പൊ ഇവിടെ പറയുവാണ്, ആശ്രയിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭക്തന്മാർക്ക് കൽപ്പവൃക്ഷത്തെ പോലെ ഭജിക്കുന്നവരുടെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിച്ചു കൊടുത്ത് കൽപ്പവൃക്ഷമായിട്ടുള്ളവനെ, ദേവവൃക്ഷമായിട്ടുള്ളവനെ. അവിടെയും വിനായകന്റെ ദാനശീലമാണ്. ദേവവൃക്ഷത്തെ പോലെ ഏത് അഭീഷ്ടവും സാധിച്ചു കൊടുക്കുന്നവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രകൃതിക്കിണങ്ങിയ അഭീഷ്ടമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയുക പോലും വേണ്ട, പറയാതെ തന്നെ അത് സാധിച്ചു തരുന്നവനാണ് വിനായകൻ. നമ്മള് പിണ്ടനന്ദി പറയുന്നുണ്ടല്ലോ, എല്ലാം അറിഞ്ഞ ഭഗവാൻ ഇവൻ ഇന്ന് എടുത്തു ചൊല്ലേണമോ, അല്ലെ, എടുത്തു ചൊല്ലേണ്ട ആവശ്യമില്ല, എടുത്തു ചൊല്ലാതെ തന്നെ ഭക്തന്റെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരുന്നവരാണ് ദേവന്മാര്. വിനായകനും അതുപോലെ തന്നെയാണ്. എന്താണ്, ശിവഭഗവാനെയാണ് അവിടെ. ശിവന്റെ പുത്രനായ വിനായകനും അതുപോലെ തന്നെയാണ്. ആശ്രയിക്കുന്നവർക്ക് അമർത്യ വൃക്ഷമായിട്ടുള്ളവനെ. അടുത്ത സുരാരിദ്രുതക്ഷം. സുരാരിദ്രുതക്ഷം എന്ന് പറഞ്ഞാൽ സുരന്മാരാകുന്ന അരികൾക്ക്, അരികളാകുന്ന ധ്രുവിന് തക്ഷമായിട്ടുള്ളവനെ. സുരാരി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, സുരന്മാരുടെ അരി ആരാണ്, അസുരന്മാര്. അസുരന്മാരാകുന്ന ധ്രു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ധ്രുമം എന്നൊക്കെ പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. മരത്തിന് തച്ചനായിട്ടുള്ളവനെ, തക്ഷനായിട്ടുള്ളവനെ. തക്ഷൻ എന്നുള്ളതിന്റെ തൽഭവമാണ് തച്ചൻ, മരം എന്താണ്, മരമെട്ടുകാരൻ. അപ്പൊ ഇവിടെ പറയുവാണ്, അസുരന്മാരാകുന്ന മരങ്ങളെ ഇല്ലാതാക്കുമല്ല, മരത്തെ വെട്ടി അതിൽ നിന്നൊക്കെ, മരം വെട്ടുകാരൻ എന്താ ചെയ്യുന്നത്, മരത്തെയൊക്കെ വെട്ടി അതിൽ നിന്ന് മനോഹരമായ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കും, അല്ലെ, നല്ല രൂപങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ നമുക്കൊരു ശില്പിയോട് ചോദിക്കുവാണെങ്കിൽ, കല്ലിനെ നമ്മളും കാണുന്നു, ശില്പിയും കാണുന്നു, പക്ഷെ അതിൽ നിന്ന് മനോഹരമായ ശില്പം നിങ്ങൾ മാത്രം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊരു ശില്പിയോട് ചോദിച്ചോ പറഞ്ഞു, ഞാൻ പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അതിൽ എന്റെ ഉള്ളിലുള്ള ഒരു രൂപമുണ്ട്. ഇപ്പൊ ശിവന്റെ ഒരു രൂപം ഉണ്ടാക്കുന്നെങ്കിൽ ആ ശിവന് ചേരാത്തതിനെ എല്ലാം ഞാനങ്ങ് ചെത്തിക്കളയുന്നു അല്ലെങ്കിൽ മുറിച്ചു കളയുന്നു. അപ്പം ശിവന്റെ രൂപം അവിടെ അവശേഷിക്കും എന്ന് പറയുന്നത് പോലെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഇവിടെ ഭജിക്കുന്നവരുടെ മനസ്സിലെ മാലിന്യങ്ങളെയൊക്കെ ഇല്ലാതാക്കി, വേണ്ടാത്തതിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് അതിനെ പുതിയ ശില്പമാക്കി മാറ്റുന്നത് പോലെ ഇവിടെ ആ തക്ഷാവിന്റെ ധർമ്മമാണ് വിനായകൻ നിർവഹിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ ഗുരുദേവനെ ശ്രിതാനാം ശുദ്ധി ഹേതവേ എന്നാണ് ശിവലിംഗദാസ സ്വാമികൾ വർണ്ണിച്ചിരിക്കുന്നത്. അതിനെ നമുക്കറിയാം, എന്താണ്, ആശ്രയിക്കുന്നവരുടെ ശുദ്ധി ഉണ്ടാക്കുന്നവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനോമാലിന്യങ്ങൾ, അവരുടെ മാലിന്യങ്ങളെയൊക്കെ ഇല്ലാതാക്കി
അവരിൽ ശുദ്ധി വരുത്തുന്നതിന്. ഗുരുദേവന്റെ കൂടെ ചേർന്നവർക്കൊക്കെ അങ്ങനെയാണ്. വേലു എന്നുള്ള ബാർബറിന്റെ കഥയൊക്കെ നമുക്കറിയാം. കൊലപാതകയായിട്ട് വന്നിട്ട് സിദ്ധനായിട്ട് മാറിയാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാരാകുന്ന മരത്തിന് മരപ്പണിക്കാരനായവനെ, പരാനന്ദ പക്ഷം ആദ്യം പറഞ്ഞു തന്നെയാണ്. സദാനന്ദ മാത്രം എന്ന് പറയുന്നത് അതിനാണ്. സത്തും ആനന്ദമായിട്ടുള്ളവനെ, സത്യസ്വരൂപന്മാരുടെ അനുഭവം, പരമമായ ആനന്ദം, ബ്രഹ്മാനന്ദ തുണയായിട്ടുള്ളവനെ, അല്ലെങ്കിൽ സച്ചിദാനന്ദ രൂപനെ. നമുക്ക് വിനായകനെ ഭജിച്ചാൽ ബ്രഹ്മാനന്ദം ലഭിക്കും എന്നുകൊണ്ട്. അതുപോലെ തന്നെ ശ്രീ ശിവാക്ഷം. ശ്രീ ശിവാക്ഷം എന്ന് പറഞ്ഞാൽ ശ്രീയും ശിവം മംഗളമാണ്. ഐശ്വര്യവും മംഗളവും കണ്ണിലുള്ളവനെ എന്നും പറയാം. അല്ലെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. ഐശ്വര്യവും ശ്രീയോട് അല്ലെങ്കിൽ ശ്രീയോട് കൂടിയ ശിവൻ സദാ കണ്ണുകളിൽ ഉള്ളവനെ. വിനായകന്റെ കണ്ണുകളില് യാതൊരുവിധ മാലിന്യങ്ങളുമില്ല. അപ്പം വിനായകന്റെ യാതൊരുവിധ ദോഷവുമില്ല. വിനായകന്റെ കടാക്ഷം ആർക്ക് ലഭിക്കുമോ അവർക്ക് എല്ലാവിധത്തിലുമുള്ള മംഗളങ്ങളും എല്ലാവിധത്തിലുള്ള സമ്പത്തും എല്ലാവിധ മോക്ഷവും ഒക്കെ ലഭിക്കുന്നു. അങ്ങനെ ശ്രീയും ശിവവും കണ്ണുകളിലുള്ളവനെ, ഐശ്വര്യവും മംഗളവും കണ്ണുകളിലുള്ളവനെ, അല്ലെങ്കിൽ ശ്രീയോടുകൂടിയ ശിവൻ കണ്ണുകളിൽ വർത്തിക്കുന്നവനെ എന്ന് പറയാം. അപ്പോൾ 9 മണി ആയതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. ഇനിയും ഈ ഇതിന്റെ അർത്ഥം അടുത്ത ആഴ്ചയിൽ നമുക്ക് എഴുതാം. വളരെ നന്ദി ടീച്ചർ. ഇത്രയും സമയം വിനായകാഷ്ടകത്തിന്റെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ശ്രീമതി സുധാ ഷിബു ടീച്ചറാണ്. കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലും ടീച്ചറെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി ടീച്ചറോട് അറിയിക്കുകയാണ്. ഈ ക്ലാസിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വ്യാഴാഴ്ചയും തുടരുന്നതായിരിക്കും. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. സമർപ്പണ പ്രാർത്ഥന ആലപിക്കുന്നത് ശ്രീമതി ജയലക്ഷ്മി ഷിജു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം